വെസ്റ്റ് പാലക്കാട്. അവളെ മോന്തയ്ക്ക് അടി കൊടുത്തു. ആ അടി കൊടുത്തതിന് അവൻ തന്ന സമ്മാനാണ് ഇത്. മലപ്പുറം വെസ്റ്റ് പാലക്കാട്. അതെ, മലപ്പുറം വേസ്റ്റ് പാലക്കാട് വേസ്റ്റ് കറക്റ്റാ. ഒരു സമാധാനം കിട്ടിയെന്നാ പറയുന്നത്. പണ്ടെങ്ങോ മോന്തക്ക് അടി കിട്ടിയിട്ട് ഏതോ ഒരു പെണ്ണുമായിട്ട് ആഷി സംസാരിച്ചതിനത്രേ അന്ന് ജാസി അങ്ങോട്ടടിച്ചത് തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയത്. രണ്ടാണുങ്ങൾ തമ്മിലുള്ള ഒരു കോഴിപ്പോരായിരുന്നു അന്ന് നടന്നത്. പക്ഷെ അന്ന് ഞാൻ അവനെ ഉപേക്ഷിച്ചു പോകും, ഇനി ഒരിക്കലും അവൻ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോയതാ. പക്ഷെ കോഴിമുട്ടയിൽ കൂടോത്രം ചെയ്ത് ഉസ്താദുമാരെയും വിളിച്ച് കൈയും കാലും പിടിച്ച് വീണ്ടും അവനെ ട്രാപ്പിലാക്കി. സത്യത്തിൽ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഷി തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ ബ്ലിങ്കോസ്കി എന്ന് പറയേണ്ടി വരും. അവനാണ് ഒഴിഞ്ഞു പോകാൻ കഴിയാത്തത്. അവൻ ഇനി അവനാണോ എന്നൊരു സംശയം എനിക്കുണ്ട് കേട്ടോ. കാരണം 2 ദിവസം മുമ്പാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കാണുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്, വീഡിയോയിലുണ്ട്, നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യണ്ട കേട്ടോ. അവർ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, അവൻ അവളല്ല, അവൾ അവനല്ല, അവൻ ഏതവനോ ആണ് എന്നുള്ളത്. ജാസി ഹെൽനോസ് പാർട്ടിക്കെതിരെ കേസൊക്കെ കൊടുത്തത്രേ. ഹെൽനോസ് പാർട്ടി തിരിച്ചും ഒരു കേസ് അങ്ങോട്ട് കൊടുക്കാൻ പോവുകയാണ്. അതായത് ജനക്കൂട്ടത്തിന് ഇടയിൽ നിൽക്കുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്തിട്ട് നഗ്നതാ പ്രദർശനം. കൊള്ളാമല്ലേ? എന്താണ് ദുബായില് ബിസിനസ്, അത് ഇത് തിരിച്ച് അങ്ങോട്ട് പോകണം. ഒരു മാങ്ങാത്തൊലി അവിടെ ഇല്ല എന്നാ പറയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരെ മുന്നേ സഹായിച്ച ഏതോ ഒരു വ്യക്തിയെയും പറ്റിച്ചു എന്ന് പറയുന്നു. അതുകൂടാതെ നമ്മൾ ലുലുമാളിൽ നിന്നുള്ള കളവിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കേട്ടതാ. പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം ഭയങ്കര ഭീകരമാണെന്നുള്ളതാ. തിരിച്ചങ്ങോട്ട് ജാസിക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇപ്പൊ ട്രാൻസ് കാർഡും കിട്ടി. ഇനി ഈ പാസ്പോർട്ടുമായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും അവിടെ കഫീലന്മാര് സ്പോൺസർഷിപ്പ് കൊടുക്കില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ പോകുന്നത് പോലെയും മറ്റുള്ള സ്ഥാപനം ജോലി ചെയ്യുന്നത് പോലെയല്ല. ഒരാൾക്കൊരു സ്ഥാപനം നടത്തണമെങ്കിൽ അവൾ ട്രാൻസ് ആയി കഴിഞ്ഞാൽ വലിയ പണിയാണെന്നാണല്ലോ കേൾക്കുന്നേ. എന്തായാലും തുടർന്ന് കേൾക്കാം. അവളെ മോന്തയ്ക്ക് അടി കൊടുത്തു. ആ അടി കൊടുത്തതിന് അവൻ തന്ന സമ്മാനാണ് ഇത്. ഞാൻ അവനെ സ്നേഹിച്ചതിന് അവന്റെ അടുത്ത് നിന്ന് കിട്ടിയ സമ്മാനം. അവിടെ ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ നിന്ന് പോയി. ഇനി ആ ഒരു വ്യക്തി എന്റെ ലൈഫിൽ ഇല്ല. ആ വ്യക്തി ഇപ്പോ തന്റെ കൂടെ അല്ലേ കേട്ടോ, വേറെ എവിടെയോ ആണ് എന്നുള്ളതാണ്. എന്റെ പൊന്നു ചേട്ടന്മാരെ ചേച്ചിമാരെ, ഇവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്. നുണ മാത്രമേ പറയാറുള്ളൂ എന്നുള്ളതാണ്. ആഷിക്ക് വേർപ്പിന്റെ അസ്കിത ഉള്ളത് കൊണ്ട് തന്നെ ജാസി വിട്ടുപോകില്ല. ജാസി തെറിവിളിക്കാനും മറ്റുള്ള കാര്യങ്ങളും പറയാൻ വേണ്ടി പോകുന്ന ആളുകളുടെ വ്യൂ കൊണ്ടാണ് ഇവർ നിലനിന്ന് പോകുന്നത്. ഇതിന്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് ഈ പരിപാടിയൊന്നും ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്ത് ഉണ്ടക്കാടോ ഇവരെ പിന്നാലെ കിടന്ന് സപ്പോർട്ട് ചെയ്യുന്നത്? വെറുതെ നാണക്കേട് ഉണ്ടാക്കല്ലേ. ഇപ്പൊ അവര് പറഞ്ഞില്ലേ മലപ്പുറം വേസ്റ്റ് പാലക്കാട്, പക്ഷെ സത്യമാണ്. കുറ്റിപ്പുറംകാരെ എവിടെയെങ്കിലും ഈ ടൂർ പോയാലോ യാത്ര പോയാലോ ഞങ്ങൾ കുറ്റിപ്പുറത്ത് നിന്നാ വരുന്നെന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ നാണക്കേടായി എന്നുള്ളതാണ്. പലരും എടപ്പാൾ എന്നൊക്കെ പറയുന്നത്. ഏതൊരു പ്രശസ്തനായിട്ട് ഒരു വ്യക്തിയുണ്ട്, കുറ്റിപ്പുറംകാരനാണ്, ആള് പോലും പേരിന്റെ തെറ്റത്തെ വാല് മാറ്റി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എടപ്പാൾ എന്നാ എഴുതുന്നത്. കൊള്ളാമല്ലേ? കൊള്ളാം. അപ്പൊ പണ്ട് നടന്ന ഒരു യുദ്ധമാണ്. ഒരിക്കലും അവനെ ഇനി ഞാൻ ചേർത്ത് വെക്കില്ല എന്നാ പറഞ്ഞത്. പക്ഷെ അവനെ വിട്ട് ഇവനും പോകാൻ പറ്റുന്നത്, ഇവനെ വിട്ട് അവനും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ കാന്തിക മണ്ഡലങ്ങളിൽ കൊരസി ത്രികോണ പറഞ്ഞ് നടക്കാണ് ഇപ്പൊ ഇവര്. ദുബായില് ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അത്ര. ഒരുപാട് പ്രവാസികൾ പറഞ്ഞത് നാണക്കേടാണ് എന്നാണ്. പക്ഷെ ഇതാ കുറെ എണ്ണം പറയുന്നത് അതിനിപ്പോ എന്താ, അവര് കല്യാണം കഴിച്ചല്ലേ, താലി കെട്ടിയതല്ലേ. എന്ത് താലി കെട്ടല്? അയ്യയ്യയ്യയ്യയ്യയ്യ. ഇനി ഇന്ത്യയിൽ സ്വർഗ വിവാഹം അനുവദിക്കുന്നതാണ് എന്നാ നിങ്ങൾ കരുതുന്നല്ല. ഇന്ത്യൻ നിയമത്തിൽ ഇന്നും സ്വർഗ വിവാഹം നടക്കില്ല. നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കുക, ഒരാണും ഒരുമിച്ച് ജീവിച്ചാലും ആണും പെണ്ണും ഒരുമിച്ച് ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാണിനാണ് ഒരു പെണ്ണിന് വിവാഹം കഴിക്കാൻ നിയമമില്ല ഇവിടെ. അങ്ങനെ ലീഗലി ഒരു തരത്തിലുള്ള നിയമങ്ങളും വന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇത് പറയുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ദുബായിത്തെ അവസ്ഥ ഞാൻ പറഞ്ഞേക്കാം. ദുബായിൽ ഇപ്പോ ഈ ഒരു ട്രാൻസ് കാർഡുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരു കഫീലിന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും സ്പോൺസർഷിപ്പ് കിട്ടാൻ പോകുന്നില്ല. അവർക്ക് ഫായത വരെയൊക്കെ ഒന്ന് വാങ്ങാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ് അത് വേറെ വല്ല ആളുകളുടെയും പേരിൽ നടത്തേണ്ടി വരും. പിന്നെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് പോയി കഴിഞ്ഞാൽ തന്നെ അതൊരു ഇസ്ലാമിക് രാജ്യമായതുകൊണ്ട് അവിടെയുള്ള മുസ്ലിങ്ങൾ ചേർന്ന് അവിടെ ഒരു പരാതി പെട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും മുന്നോട്ട് പോകാം. പിന്നെയാണ് ഈ വെല്ലുവിളികളായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നല്ല ഊളത്തരം കാണിച്ചിട്ട് ഈഞ്ഞാലട്ടിക്കോ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. ഓക്കെ, ഇനി നന്ദിനി റെഡ്ഡിക്ക് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറയും, നമുക്ക് കേൾക്കാം. അതിന് മുന്നേ ദയവ് ചെയ്ത് എല്ലാവരും ഹെഡ്സെറ്റ് വെക്കുക. ജാസി, നിനക്ക് കിട്ടിയ ഊക്കൊന്നും പോരെ അളിയാ. നീ ഇപ്പോ നമ്മുടെ ഹെൽനോസ് പെട്ട, അതായത് ആ കുട്ടിക്കെതിരെ നീ കൊണ്ടുപോയി കേസ് കൊടുത്തെന്ന് കേട്ടല്ലോ. എന്തിനാ നിന്നെ കൊണ്ടാന്ന് വിളിച്ചേന്? നീ ആണല്ലോ ഹേ, നീ തന്നെ വിളിക്കണം ഹേ. ഇവിടെ നാളേക്ക് 40 തൊട്ട് ഞാൻ നിന്നെ വിളിക്കണല്ലോ. എനിക്കെതിരെന്താ ബോധന? പറ്റൂല. അത് മാത്രല്ല, ആഷിയുടെ ഉമ്മ കൃത്യമായിട്ട് പറഞ്ഞില്ലേ ആണും പെണ്ണും കെട്ടവനാണെന്നൊക്കെ പൊതുമാധ്യമങ്ങൾക്ക് മുന്നിലല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആഷിയുടെ ഉമ്മക്കെതിരെ കേസ് കൊടുക്കണ്ടേ?
കൊടുക്കൂല. കാരണം ആ ഉമ്മാന്റെ കൂടെയാണ് ഈ കേരള ജനത മുഴുവൻ. അതുകൊണ്ട് ആ ഒരു കേസ് കൊടുക്കില്ല. പിന്നെ നന്ദിനി റെഡ്ഡിയെ കുറിച്ചിട്ട് പറയാനും അവർക്ക് ഭയമുണ്ടാകും എന്നുള്ളതാ. ഒരു പക്ഷേ ലുലുമാളിൽ നടന്ന കാര്യങ്ങളുടെ CCTV ക്യാമറ ഫുട്ടേജോ അല്ലെങ്കിൽ എവിടുന്നോ ഒരു തുണിയില്ലാതെ ഓടി എന്ന് പറയുന്ന ഒരു കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ, നമുക്കറിയില്ല. അതിന്റെയൊക്കെ CCTV ഫുട്ടേജുകളൊക്കെ ഇവരെ കൈവശം ഉണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നവും. അതേപോലെ ഹെലൻ ഇനി കുറച്ച് കാര്യങ്ങൾ പുറത്ത് വിടാൻ പോകുന്നുണ്ട്. കേസ് കൊടുത്ത സ്ഥിതിക്ക് ഹെലൻ മിക്കവാറും എല്ലാ ശബ്ദ സന്ദേശങ്ങളും ശബ്ദശകലങ്ങളും പുറത്തു വിടും. ഞങ്ങൾ കാത്തിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കഥ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ ബയോസെക്സ് ആണ്, ആക്ച്വലി നീ ബയോസെക്സ് ആണ്. അതായത് നീ തന്നെ സമ്മതിച്ച കുറച്ച് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്. നീ ബയോസെക്സ് ആണെന്ന്, ബയോസെക്സ് ആണെന്നുള്ള കാര്യം. അപ്പോൾ നീ എങ്ങനെ ഒരു പെൺകുട്ടീനെ തുറന്ന് കാണിക്കാം, അഴിച്ച് കാണിക്കാം? അതൊരു പെൺകുട്ടിയല്ലേ? അപ്പോൾ ആക്ച്വലി ആ കുട്ടിയിലെ കേസ് കൊടുക്കണ്ടേ? അഴിച്ച് ആടാ, ഇവിടെ UAE നീ എന്താ ദുബൈക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ദുബൈക്ക് പാസ്പോർട്ട്. നിന്നെ ഇവിടെ കയറ്റൂടാ ദുബൈയിൽ. ലുല്ലു കട്ടിട്ട് ഓടിയതല്ലേ മോൻ. ആ കഥ ഞാൻ വീണ്ടും വിളമ്പണം ഇവിടെ. ഐ എം റെഡി എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. നിന്നെ മുക്കലാണ് എൻ്റെ പണി. ഓക്കെ അപ്പൊ ആ ഒരു കേസ് സത്യസന്ധമാണ് എന്ന് പറയേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ ഇവനെ അങ്ങോട്ട് കയറ്റില്ല എന്ന് പറയാനും മാത്രം ഇവർ ഇത്ര ധൈര്യത്തോടു കൂടി പറയുന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം ആ കളവ് കേസാകാം. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അവിടുത്തെ ട്രാൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക രാജ്യത്തെ ആ ഒരു ശരീഅത്ത് നിയമങ്ങളൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഹ്യൂജ് കംപ്ലൈന്റ് പോയി കഴിഞ്ഞാൽ അവർക്കൊരു സ്ഥാപനത്തിൽ പോലും നിൽക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ഭാവിയിൽ പൂർണ്ണമായിട്ട് ഇവരെ നിരോധിക്കുന്ന കാര്യങ്ങളിലേക്ക് പോലും അവർ കടക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇന്ന് ഞാൻ വിടൂല. നീ UAE കാട്ടിക്കൂട്ടി, അതായത് ഇവിടെയുള്ള ആൾക്കാരുടെയൊക്കെ മനസമാധാനം കളഞ്ഞിട്ടാണ് നീ ഇവിടെ നിന്നെ അവസാനം ഇവിടെ നിന്ന് കയറ്റി വിട്ടതാണ്. നാശമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞത് അവിടുത്തെ ബിസിനസ് നല്ല പോലെ. എന്തിന്റെ ബിസിനസ്? പാവ അജീഷ് ചേട്ടനെ മുടിപ്പിച്ച്. ഗൈസ്, ഞാനൊരു കാര്യം പറഞ്ഞില്ല. ഇവന് പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇനി ഈ വർഷം ഞാൻ നന്നായിക്കൊണ്ടായിട്ടില്ല. ഓക്കെ, ഇവന്റെ സൈക്കോളജിക്കൽ ഞാൻ പറഞ്ഞുതരാം. ഇവന് റീച്ചിന് വേണ്ടിയിട്ട് അവൻ്റെ സ്വന്തം ഉമ്മനെ വേണമെങ്കിലും കൊണ്ടുവരും. ഇവന് UAE ഉണ്ടായിരുന്ന ഒരു സമയത്ത് അവൻ്റെ ഉമ്മ ഫസ്റ്റ് ടൈം UAE വരാണ്. ആ സമയത്ത് ആ ഉമ്മയ്ക്ക് സമയം കൊടുക്കാതെ ഒരു ഫ്ലാറ്റിൽ നിന്ന് തുണിയില്ലാതെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. അളിയനോ ഓർമ്മ ഉണ്ടോ അളിയാ? തുണിയില്ലാതെ ഇറങ്ങി ഓടിയത്. അപ്പൊ അത്തരം കാര്യങ്ങൾ പോലും നടന്നിട്ടുണ്ടല്ലേ? കൊള്ളാം. എനിക്ക് തോന്നുന്നു ബോയ്സ് എന്നൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു ബെറ്റ് വെക്കുന്ന സീനുണ്ട്. നമ്മുടെ സിദ്ധാർത്ഥ തോന്നുന്നേ ഒന്നും ഇടാതെ റോട്ടിലൂടെ ഓടാൻ പറയുന്ന ഒരു സീന്. എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്നിട്ടോ. ഫ്ലാറ്റിൽ നിന്നും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ഓടേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അത്രേ. കൊള്ളാം. അതായത് റീച്ചിന് വേണ്ടി എന്തും പറയുന്നതാണ് ഇപ്പൊ നന്ദിനി റെഡ്ഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ കാലങ്ങളായിട്ട് വീട്ടിൽ ചെയ്യുന്ന ആളാട്ടോ. ഇപ്പൊ ഈ ആണെങ്കിലും ആഷയാണെന്നുണ്ടെങ്കിലും വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ആഷിയുടെ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, നന്ദിനി റെഡ്ഡി പാവാണ്, അവൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഇപ്പൊ ആഷിയുടെയും ജാസിയുടെയും ഈ ഒരു കാര്യത്തിൽ പോലും ആഷിയെ പരമാവധി ഉമ്മാന്റെ അടുത്ത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നൊക്കെ പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊരിക്കലും ഇത്തരം ഈ പരിപാടികളൊന്നും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചില ആളുകൾ ജാസിയുടെ വസ്ത്രം അടിപൊളിയാ, മേക്കപ്പ് പൊളിയാ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അവരാദ്യം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നഗ്നതാ പ്രദർശനം ഒന്നും പാടില്ല, പിന്നെ മൊബൈൽ ഫോൺ ബെഡ്റൂമിൽ ഉപയോഗിക്കാൻ പാടില്ല സ്ത്രീകൾ എന്നൊക്കെ പറയുന്ന ഒരുപാട് സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരുടെ വസ്ത്രധാരണൊക്കെ ഇപ്പൊ ഒന്ന് പോയി പരിശോധിച്ചൊക്കെ മനസ്സിലാവും. പിന്നെ നിങ്ങളെ തന്നെയാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. പക്ക ആണാണ് നീ, മനസ്സിലായോ? പിന്നെ നിനക്കൊരു ആണുങ്ങളെടുത്ത് മാത്രമേ നിനക്കൊരു ഇഷ്ടമുണ്ട്. അത് നിനക്കാണ് ഇഷ്ടം, മനസ്സിലായോ? നീ ഒരിക്കലും നിന്റെ സമ്മതിക്കത്തില്ല. നിന്റെ കൂടെ നിൽക്കുന്ന അവന് പെണ്ണാണവൻ. അപ്പം മനസ്സിലായല്ലോ ഏറെക്കുറെ കാര്യങ്ങൾ. ഇവർ രണ്ടുപേരും ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത് മറ്റവനാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലായിടത്തും സംസാരിക്കുന്നത് ഈ ജാസിക്കുണ്ടൻ, അടിയുണ്ടാക്കുന്നത് ജാസിക്കുണ്ടൻ, എല്ലാ പ്രശ്നത്തിനും പോകുന്നത് ജാസിക്കുണ്ടൻ. അപ്പോഴൊക്കെ സൈലന്റ് ആയിട്ട് ഭാര്യയെ പോലെ ബാക്കിൽ നിൽക്കുന്ന ആരാ? ആഷിക്കുണ്ടൻ. അത് അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതായത് കൂടുതൽ അടുത്തറിയുന്ന ആളുകൾ ഇവരൊക്കെ തന്നെ ആയിരിക്കും. അപ്പൊ ആഷി അതാണത്രേ അത് ഏത് ഈ സാധനം. അപ്പൊ ജാസി എന്താ ഇതാണോ? ചോദിച്ചതാണ് കേട്ടു. കൊള്ളാം. അതാണോ മുറിച്ച് കളയാത്തത്? മുറിച്ച് കളയുന്നില്ല, പക്ഷെ മുകളിൽ എന്തൊക്കെയോ വെച്ച് പിടിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ഇവർക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പരിചയമുള്ളത് കൊണ്ടാണ് കേട്ടോ ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്ക് തള്ളിക്കളയാനൊന്നും കഴിയില്ല. ആദ്യം ഒരു അമ്മയെ വെറുപ്പിച്ചു, അതായത് നിന്റെ അമ്മയെ. നിന്റെ കുടുംബത്തെ നീ വെറുപ്പിച്ചു. താലി കെട്ടിയ പെണ്ണിനെ വെറുപ്പിച്ചു. പ്രവാസത്തിൽ വന്നു പ്രവാസികളെ വെറുപ്പിച്ചു. തിരിച്ചു കയറിപ്പോയി ഒരമ്മയെയും ഒരു കുടുംബത്തെയും വീണ്ടും വെറുപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നിന്റെ തന്നെ ആൾക്കാരായ ട്രാൻസ്ജെൻഡർ ടീമിനെ നീ വെറുപ്പിച്ചു. നാട്ടുകാരെ വെറുപ്പിച്ചു. ഇപ്പോൾ സ്ത്രീകളെയും വെറുപ്പിച്ചു. പടച്ചോനെയും വെറുപ്പിച്ചു. പടച്ചോനെ ഫസ്റ്റിലെ വെറുപ്പിച്ചു നീ. എടാ എന്തിൻ്റെ പുറപ്പാടാ നിൻ്റെ? പ്രഗ്നൻ്റ് ആണ് പോലും, പ്രഗ്നൻ്റ്. എടാ ഒരു അമ്മയുടെ കണ്ണീരിൻ്റെ വില എന്താ നിനക്കറിയാം? അവിടെ ആ വില നിനക്കറിയാമെങ്കിലേ ആ അമ്മയെ അറിയാൻ നീ ഇവിടെ അല്ലായിരുന്നു.
ഇതാണ് പോയിന്റ്. അതായത് വെറുപ്പിച്ച് ഇല്ലാണ്ടാക്കി സ്ത്രീകളെ പോലെ അപമാനിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു അമ്മയുടെ വേദന അറിയുമെങ്കിൽ തീർച്ചയായിട്ടും ആഷിയെ സ്വന്തം ഉമ്മാന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഇവന്റെ മൂടും തട്ടി പോയേനെ അല്ലെ. പക്ഷെ അതല്ല ചെയ്യുന്നത്. ആ ഉമ്മയെ എന്തൊക്കെയോ തെറി വിളിച്ചു ആ ഉമ്മ പറയുന്നുണ്ട്. ഉമ്മയുടെ വാക്കുകൾ ഒരിക്കലും ഞങ്ങൾക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അത്രമാത്രം നുണകള് ജാസി പറഞ്ഞ വീഡിയോസ് ഇവിടെ തെളിവുകളായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കൃത്യമായ ഒരു കാര്യം അവതരിപ്പിക്കാൻ പോലുമുള്ള കഴിവ് ഈ പറയുന്ന ജാസിക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ നമുക്കൊരിക്കലും ജാസിയെ വിശ്വസിക്കാൻ കഴിയില്ല. എന്തിനിങ്ങനെ നുണകൾ പറയുന്നു? സത്യസന്ധമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എല്ലാവരും കൂടെ നിന്നേനെ അല്ലെ. അതല്ല അവസ്ഥ. സ്ത്രീകളെ പോലെ അപമാനിക്കുക. എന്താണ് ഞാൻ ഗർഭിണിയാണ്, അതാണ് കുട്ടിക്ക് വേണ്ടി ഊഞ്ഞാല വാങ്ങാൻ പോവാണ്, എന്തൊക്കെ നുണകളാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു കട്ടിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നുണകളായിരുന്നു എന്നുള്ളതാണ്. ആഷി ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അത് കൈവശം കൊടുത്തൊന്നല്ല, അവന്റെ സ്വഭാവവും അതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. എന്റെ പൊന്നുമ്മ, ആഷിയെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ടതായിട്ടില്ല. ആഷിയെ അടുപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് നല്ലത്. കാരണം നിങ്ങൾ അത്രത്തോളം നാണം കെടും. ഇപ്പൊ കുറ്റിപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക്, ആ നാട്ടുകാർക്ക് പോലും നാണക്കേടാണെങ്കിൽ അവരുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. നാണക്കേടിന്റെ അങ്ങേയറ്റായിരിക്കും എന്നുള്ളതാണ്. ഒരിക്കലും ഇങ്ങനെയുള്ള മക്കൾ നമുക്കൊന്നും ജനിക്കാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ജാസി തന്നെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയുള്ള മക്കൾ ഉണ്ടാവാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. അടുത്ത ജന്മം എനിക്ക് ഒരു ആണായി ജനിക്കണം എന്നൊക്കെ. ഈ ജന്മത്തിൽ ആണായി തന്നെയാണ് ജനിച്ചിട്ടുള്ളത്. പക്ഷെ എന്ത് കാണിക്കാനാ, ഒന്നും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോ ഗൾഫിലോട്ട് തിരിച്ചൊരു മടങ്ങിപ്പോക്ക് ജാസിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെന്നാൽ തന്നെ ഒരുപാട് പ്രവാസികളുടെ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്. അവരെല്ലാവരും ബൾക്കായി കംപ്ലൈന്റ് കൊടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇവൾക്ക് ഇവന് പണി കൊടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഈ വെറുപ്പിക്കൽ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയാൽ തന്നെ ആളുകളൊന്നും പറയില്ല. പിന്നെ ഇവരെയൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ. ഇവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഇങ്ങനെയുള്ള ആളുകളെ ഇന്റർവ്യൂ വിളിച്ചു വരുത്തിക്കൊണ്ട് ഈ സമൂഹത്തിലുള്ള ഒരുപാട് കുട്ടികളെ തെറ്റായ സന്ദേശം കൊടുത്ത് അവരെ ഈ ഒരു മാർഗദിശയിലേക്ക് നയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ ഇസ്ലാമികപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇതിലൊക്കെ ഒരുപാട് തെറ്റുകൾ ഇവർ പറയുന്നുണ്ട്. അതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാം എന്നല്ല, ഒരു മതത്തിലുള്ള ആളുകൾക്കും ഈ ഒരു കാര്യത്തിനോടൊന്നും യാതൊരു യോജിപ്പുമില്ല. സ്വന്തം മക്കൾ അങ്ങനെ ആകുമ്പോൾ മാത്രം ഇവർ കിടന്ന് കരയും, അല്ലാത്ത പക്ഷം ഇവർ പൊട്ടിച്ചിരിക്കും. അപ്പുറത്തെ വീട്ടിൽ നടന്നാൽ ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു മനോഭാവമാണെന്നുള്ളതാ. അതൊക്കെ മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒരിക്കലും ഇങ്ങനെയുള്ള മക്കൾ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായി കഴിഞ്ഞാൽ അവരവരെ പാട്ടിന് വിടുക. അവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് വീണ്ടും നമ്മളെ അപമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയാനാ? എന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്യും. ആ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരു പൊതുബോധം ഉണ്ടാക്കി കൊടുക്കുക. ഇതിലേക്കൊന്നും ആരും വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അത് രക്ഷിതാക്കൾക്ക് പരമാവധി ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പരമാവധി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി സൈനിങ് ഓഫ്.